തൃശൂരിൽ അച്ചടക്ക നടപടി നേരിട്ട ഡിവൈഎഫ്ഐ നേതാവ് അഡ്വക്കേറ്റ് എൻ വി വൈശാഖിനെ മടക്കിക്കൊണ്ടുവരാൻ തീരുമാനമായി. ഡിവൈഎഫ്ഐ വനിതാ നേതാവിൻ്റെ പരാതിയെ തുടർന്നാണ് CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വൈശാഖിനെ തരം താഴ്ത്തിയത്. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് ഈ പുതിയ തീരുമാനം. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി സൂരജ് സജി തൃശൂരിൽ നിന്നും തത്സമയം ചേരുകയാണ്. പറയൂ സൂരജ്. ഇന്ന് രാവിലെ CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്തുകൊണ്ട് തൃശൂരിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് എൻ വി വൈശാഖനെ മടക്കിക്കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വർഷം മുമ്പാണ് ഡിവൈഎഫ്ഐയുടെ വനിതാ നേതാവിന്റെ പരാതിയിൽ എൻ വി വൈശാഖനെതിരെ നടപടിയെടുക്കുന്നത്. അതിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഈ വനിതാ നേതാവ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഡിവൈഎഫ്ഐയുടെ മുഴുവൻ ചുമതലകളിൽ നിന്ന് വൈശാഖനെ നീക്കിയെന്ന് മാത്രമല്ല CPMന്റെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തുകയും ചെയ്തു. അതിനുശേഷം ഈ പാർട്ടിയുടെ ഈ ചാനൽ ചർച്ചകളിലടക്കം സജീവമായി പങ്കെടുത്തിരുന്ന വൈശാഖനെ ഈ ചാനലിന്റെ പാനൽ ലിസ്റ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയും ചെയ്തു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ ചാനൽ ചർച്ചയ്ക്കുള്ള പാനൽ ലിസ്റ്റിലേക്ക് എൻ വി വൈശാഖനെ മടക്കി കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷമാണ് ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ എൻ വി വൈശാഖനെ മടക്കി കൊണ്ടുവരാനുള്ള ഒരു നിർദ്ദേശം ഉയർന്നത്. CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഭൂരിഭാഗം അംഗങ്ങളും ഈ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. പക്ഷേ അത് സംസ്ഥാന കമ്മിറ്റിക്ക് ഈ നിർദ്ദേശം വിട്ടിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റിയാണ് ഈ വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത്. അങ്ങനെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയാണെങ്കിൽ എൻ വി വൈശാഖനെ ഏരിയ കമ്മിറ്റി അംഗമായി മടക്കിക്കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലൊരു പ്രശ്നമുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഉണ്ടായ വിവാദം. ഈ വിവാദത്തിനെ തുടർന്ന് കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാണ്. സമാനമായ ഒരു പരാതിയിന്മേൽ അച്ചടക്ക നടപടി നേരിട്ട ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ CPM മടക്കിക്കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് അതൊരു രാഷ്ട്രീയ ആയുധമാക്കും. തൃശ്ശൂരിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഒരു വീണുകിട്ടിയ ആയുധമായി എൻ വി വൈശാഖന്റെ മടങ്ങിവരവ് മാറുകയും ചെയ്യും. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു സൂരജ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.